ഹലോ നമസ്കാരം. നമ്മുടെ സാൻഡ്രോ കാറിൻ്റെ ഹുണ്ടായി സാൻഡ്രോ കാറിൻ്റെ ക്ലസ്റ്റർ മീറ്ററിനകത്ത് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് ഞാൻ ഇപ്പോൾ കാണിക്കാം. ഫോർ സൈഡ് ഇൻഡിക്കേറ്റർ ഇടുമ്പം കാണുന്ന അവസ്ഥ കണ്ടുപോകണം. നമ്മൾ ഓവർ കിറ്റിൻ്റെ അവിടെ കണ്ടോ ഇങ്ങനെ കാണും. അതുപോലെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പം നമുക്ക് ലെഫ്റ്റ് ഇടുമ്പം റൈറ്റ് കാണുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ റൈറ്റ് ഇടുവാണ്, അപ്പോൾ ലെഫ്റ്റ് കത്തും. അതുപോലെ തന്നെ നമ്മുടെ പെട്രോൾ ഗേജിൻ്റെ എവിടെയും വർക്കാകുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്ന് അഴിച്ചെടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അഴിക്കുന്നതിൽ നോക്കിക്കോണേ. ആദ്യം നമ്മൾ ഈ സാധനം ഉണ്ടല്ലോ, ഈ കവർ നമുക്ക് ഇങ്ങനെ പയ്യെ സൂക്ഷിച്ച് നമുക്ക് ഇങ്ങനെ ഇളക്കി എടുക്കാം. നമ്മളത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ക്രൂ ഒക്കെ ഒന്ന് അഴിച്ച് ഇതിനെ അങ്ങ് ഇവിടെ മറ്റു ഊരി അങ്ങ് എടുക്കണം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് ഇത് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഊരുന്നുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ വിശദമായിട്ട് ആ ഭാഗം കാണിക്കുന്നില്ല. നമുക്കിനി ഇത് അഴിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് കാണിക്കാം. നമ്മളിത് ഇളക്കിയെടുക്കുവാന്ന്. ഇനി ഇവിടെ രണ്ട് സ്ക്രൂ ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ പിന്നെ അത് കാണാതെ പോകും. ഇവിടെ രണ്ട് സോക്കറ്റുണ്ട്, ഇത് നമുക്ക് ഇളക്കിയെടുക്കാം. ഒന്നിവിടെ കൂട്ട് തന്നെ ഇത് ഇളക്കുന്നതാണ്. ഇത് ഇളക്കിയെടുക്കണം. നമുക്കിത് ഇളക്കിയെടുക്കാൻ ശകലം പാടാം. ഓരോന്നും നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് ഉള്ളിലോട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കിതിങ്ങനെ പയ്യെ ഇളക്കി സൂക്ഷിച്ചിളക്കി നമുക്കത് സൂക്ഷിച്ചിളക്കി വയ്ക്കാം. അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം. ഇനി ഓരോന്ന് നമുക്ക് ഇളക്കി നോക്കാം. ഇത് ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇളക്കിയതാണ്. ഇങ്ങനെ 1 2 മൊത്തം 3 ഇവിടെ 3 ഇങ്ങനെ 6 നമുക്ക് ഇളക്കി എടുക്കണം. ഇനി നമുക്കതിൽ ഇളക്കി കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. നമുക്കിനി ലൈറ്റുകളെല്ലാം ഊരിയെടുക്കാം. ഇതൊക്കെ ലൈറ്റുകളെല്ലാം ഊരിയെടുക്കാം. ഇങ്ങനെ എല്ലാം ഊരിയെടുക്കാം. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് അവിടെ തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ബൾബ് നമുക്ക് ഊരി എടുക്കാം. നമ്മൾ ബൾബുകളെല്ലാം ഊരി എടുത്തിട്ടുണ്ട്. ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂവും കൂടെ നമുക്ക്
ഇളക്കാം. അതിൻ്റെ എർത്തിൻ്റെ അതുകൊണ്ട് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തിട്ടുണ്ട്. നീളമുള്ളത് പുറത്തോട്ട് നമുക്കിങ്ങനെ ഇളക്കാം. ഈ ഇളക്കിനകത്ത് 2 സ്ക്രൂ ഉണ്ട്. അതിനകത്ത് നീളമുള്ള സ്ക്രൂവും നീളം കുറഞ്ഞ സ്ക്രൂ ഉണ്ട്. നീളം കൂടിയ സ്ക്രൂ ഇടതുവശത്തും നീളം കൂടിയ സ്ക്രൂ നീളം കൂടിയ സ്ക്രൂ ഇടതുവശത്തും നീളം കുറഞ്ഞ സ്ക്രൂ ഈ വലതുവശത്തുമാണ്. നമ്മളങ്ങനെ ആ പാനൽ ഇളക്കി മാറ്റിയിട്ടുണ്ട്. നമുക്ക് പുതിയ പാനലാണ് വയ്ക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ പേര് തന്നെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ബോർഡ് പ്രിൻറ്റഡ് സർക്യൂട്ട് എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് പാഴ്സലായിട്ട് വന്ന സാധനമാണിത്. ബോഡ്മോ എന്നാണ് വന്നിരിക്കുന്നത്. അത് നമ്മുടെ സാൻഡ്രോ കാറിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന ക്ലസ്റ്റർ ഭാഗത്ത് വരുന്ന പാനലാണ്. അതിൻ്റെ ബോർഡ് പ്രിൻറ്റഡ് സർക്യൂട്ടാണ് അതിൻ്റെ പറയുന്ന പേര്. അത് നമ്മൾ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കുഴപ്പം കൊണ്ട് നമ്മൾ കാറിനകത്ത് ഫോർ സൈഡ് ഇൻഡിക്കേറ്റർ ഇടുമ്പം ഓവർ കിറ്റിൻ്റെ നീഡിൽ ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നത് കാണാം. അതുപോലെ റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ബൾബ് കത്തിക്കും. ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ ഇടുമ്പം റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്ററാണ് ഡാഷ്ബോർഡിനകത്ത് നമുക്ക് കാണുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഫ്യൂവൽ ഗേജ് വർക്കാകത്തില്ല. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ എന്തായാലും ഇത് തുറന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 434 രൂപയാണ് ഇതിനകത്ത് കിടക്കുന്ന വില. പക്ഷേ നമ്മൾ ഇവിടെ വരുമ്പം എല്ലാം കൂടെ 520 രൂപയായി. ഇത് മാത്രം നമുക്കിവിടെ പുറത്തൊന്നും കിട്ടത്തൊന്നുമില്ല. പുറത്ത് നമ്മൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡോമീറ്ററിൻ്റെ അസംബ്ലി മുഴുവനും വാങ്ങിക്കേണ്ടി വരും. അതിന് 4000-ഉം 5000 രൂപയ്ക്ക് ഇടയ്ക്ക് വില വരും. നമുക്കിനി ഇതെല്ലാം അടിച്ച് സെറ്റ് ചെയ്ത് നമുക്ക് കാറ് ഫിറ്റ് ചെയ്യണം. നമുക്ക് അതിനു മുമ്പാണ് അഴിച്ചു നോക്കുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ എന്താണെന്നുള്ള കാര്യം. ഇതാണ് നമ്മുടെ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ് പ്രിൻറ്റഡ് സർക്യൂട്ട്. ഈ സാധനം നമ്മുടെ കാരണത്ത് കംപ്ലൈൻ്റ് ആയി പോയതാണ്. ഇതിനകത്ത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ ഉണ്ട്. നമ്മുടെ ബൾബിൻ്റെ ഹോൾ നോക്കി ആ ബൾബ് ഇട്ടാൽ മതി. വലതുവശത്ത് ഒരു 3-4 ഹോള് ഫ്രീ ആയിട്ട് കിടക്കും. അത് നമ്മൾ കാര്യമാക്കണ്ട. നമുക്കിനി നമ്മുടെ കാറിനകത്തോട്ട് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുന്നതിൻ്റെയും കൂടെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആ പാനൽ നമുക്കത് സർക്യൂട്ട് ബോർഡ് നമുക്കത് വെച്ച് നോക്കാം. ഇതിൻ്റെ ഈ ഭാഗത്തെല്ലാം കറക്റ്റായിട്ട് നമ്മളത് പൊള്ളിച്ച് വയ്ക്കണം. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി 2 സ്ക്രൂ ആദ്യം നമുക്കിവിടെ പിടിപ്പിക്കണം. ഇത് നീളം കൂടിയ സ്ക്രൂ ഉണ്ടല്ലോ, ആ സ്ക്രൂ നമുക്ക് ഈ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ മുറുക്കി പിടിപ്പിക്കുക. നമുക്കിത് ഒരുപാട് ഓവർടേറ്റ് ചെയ്യേണ്ട, സാധാരണ ഒരു രീതിയിൽ മുറുക്കി വെച്ചാൽ മതി. ചില നീളം കുറഞ്ഞതാണ്. നമുക്ക് ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ ഇത് 2 എണ്ണം നമ്മളിപ്പം മുറുക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ
നമുക്ക് ഇതൊന്ന് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ല മാന്യമായ രീതിയിലൊന്ന് ചരിച്ച് അകത്തോട് കയറുന്ന രീതിയിലൊക്കെ ഒന്ന് ആക്കി വയ്ക്കാം. എന്നിട്ട് ഓരോന്നും ഇത് പ്രസ് ചെയ്ത് കയറ്റാം. നമ്മൾ കണ്ട ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ഈ 3 എണ്ണം, ഇത് 3 എണ്ണം, അതായത് നമ്മുടെ ഓവർ ഹീറ്റ് കാണിക്കുന്നതിൻ്റെതും മറ്റേത് ഫ്യൂവലിൻ്റെ ഗേജിൻ്റെതും 2 എണ്ണം നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ബൾബ്, അതായത് LED ബൾബ് പറഞ്ഞ് വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ നേരത്തെ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കൊടുത്തു നോക്കാം. ഇത് രണ്ടും ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലും നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പം കാണുന്ന ബൾബുകളാണ്, നമുക്കിടാം. ഇത് നമ്മൾ ഇത് കുറേ കിഴത്തി വണ്ടി പോകുന്നതിനകത്ത് നമ്മുടെ വണ്ടിക്കകത്ത് ഉള്ളതിനകത്ത് തന്നെ മാത്രം ഇട്ടാൽ നമുക്ക് മതി, ചെയ്യാം. നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം. അതിന് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫിറ്റ് ചെയ്യണമല്ലോ. നമ്മുടെ ഇത് ഫിറ്റ് ചെയ്യണം. ഇത് ഫിറ്റ് ചെയ്യാൻ പോണേ. കറക്റ്റ് ഹോളിനകത്ത് വെച്ച് എല്ലാം ഒരേപോലെ വെച്ച് പ്രസ് ചെയ്താൽ മതി. നമ്മൾ എല്ലാം പ്രസ് ചെയ്ത് ഈ ഹോളിനകത്തെല്ലാം കയറ്റിയിട്ടുണ്ട്. ഇതിനകത്തെല്ലാം കയറ്റിയിട്ടുണ്ട്. നമുക്ക് വെച്ച് നോക്കാം. ഈ സോക്കറ്റ് ഒരെണ്ണം ഇപ്പുറത്തും ഉണ്ട്, ബ്ലാക്ക് കളറിൽ ഒരെണ്ണം അപ്പുറത്തും ഉണ്ട്. രണ്ടും കൂടി ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ കാണാം. അപ്പം നമ്മൾ അതെല്ലാം സെറ്റ് ചെയ്ത് തിരിച്ച് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പം കാണിച്ചു തരാം. നമുക്കിപ്പം നേരത്തെ ഇത് 4 ഇൻഡിക്കേറ്റർ ഇടുമ്പോഴായിരുന്നു ഇവിടെ ഈ നമ്മൾ ഓവർ ഹീറ്റിൻ്റെ സൂചി കിടന്ന് ഓടുന്ന കാണാമായിരുന്നു. ഇപ്പം നോക്കിക്കോണേ, ഇത് രണ്ടും കറക്റ്റായിട്ട് കത്തുന്നുണ്ട്. ഓവർ ഹീറ്റിൻ്റെ സൂചിക്ക് അനക്കമൊന്നുമില്ല, അത് റെഡിയായി. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ കാണി റൈറ്റ് സൈഡ് ഇടുമ്പോഴത്തേക്ക് നേരെ ലെഫ്റ്റ് സൈഡിലായിരുന്നു നേരത്തെ കത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം റൈറ്റ് സൈഡ് ഇടുമ്പോൾ റൈറ്റ് സൈഡ് കത്തുന്നുണ്ട്, ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് കത്തുന്നുണ്ട്, സ്പാർക്ക് കത്തുന്നുണ്ട്, ഐ ബീം എല്ലാം കാണുന്നുണ്ട്. കണ്ടോ, കാണാമല്ലോ, കാണാൻ പറ്റുമെന്നറിയാൻ വയ്യ, എല്ലാം കത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യുവാന്നേ.